വാർത്തകൾ വിശദമായി. പണപ്പിരിവിൽ ആരോപണം നിഷേധിച്ച് ബാർ ഉടമ അനിമോൻ ഞാൻ അയച്ച ശബ്ദ സന്ദേശം തെറ്റിദ്ധാരണ ഉണ്ടാക്കി. സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുകയായിരുന്നില്ല ലക്ഷ്യം. കെട്ടിടവും സ്ഥലവും വാങ്ങിക്കാനുള്ള പണപ്പിരിവാണ് നിർദ്ദേശിച്ചത്. സംഘടനയിൽ നിന്നും സസ്പെൻഡ് ചെയ്തപ്പോൾ ആ സമയത്തെ മാനസികാവസ്ഥയിലിട്ട ശബ്ദ സന്ദേശമെന്നും അനിമോൻ വിശദീകരിച്ചു. ബാറുടമകൾക്ക് പ്രത്യേകമായി അയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിലാണ് അനിമോൻ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഞാൻ അയച്ച ശബ്ദ സന്ദേശം മറ്റുള്ളവരിൽ തെറ്റിദ്ധാരണയുണ്ടാക്കി. സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുകയായിരുന്നില്ല ലക്ഷ്യം. കെട്ടിടവും സ്ഥലവും വാങ്ങിക്കാനുള്ള പണപ്പിരിവിനാണ് താൻ ഗ്രൂപ്പിൽ നിർദ്ദേശിച്ചത്. കാശ് കൊടുക്കാൻ തയ്യാറുള്ളവർ ഗ്രൂപ്പിൽ അറിയിക്കണം എന്നാണ് താൻ പറഞ്ഞത്. സംഘടനയുടെ അക്കൗണ്ടിലാണ് പണം നൽകേണ്ടത്. എന്നെ തുക ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ലെന്നും അനിമോൻ വാട്സ്ആപ്പ് സന്ദേശത്തിൽ പറയുന്നു. എക്സിക്യൂട്ടീവ് യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് എന്നെ വ്യക്തിപരമായി കടന്നാക്രമിച്ചു. ബിൽഡിംഗ് ഫണ്ടിൽ ഇടുക്കി ജില്ല സഹകരിക്കുന്നില്ല എന്നായിരുന്നു കുറ്റപ്പെടുത്തൽ. തുടർന്ന് എന്നെ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ആ സമയത്തെ മാനസികാവസ്ഥയിൽ ഇട്ട ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നതെന്നും അനിമോൻ വിശദീകരിക്കുന്നു. ശബ്ദ സന്ദേശം LDFനും സർക്കാരിനുമെതിരെ ആരോപണത്തിനിടയാക്കി. ഞാൻ മൂലം ബുദ്ധിമുട്ടുണ്ടായതിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും അനിമോൻ പറയുന്നു. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ശബ്ദരേഖയെ ആഘോഷമാക്കിയ പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കുമേറ്റ തിരിച്ചടി കൂടിയായി അനിമോന്റെ വിശദീകരണം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.